അപ്പോൾ ഈ സിനിമയ്ക്ക് സമൂഹത്തിൽ ആ തരത്തിലൊരു ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്നൊരു ചോദ്യം എപ്പോഴും ഉയർന്നു വരാറുണ്ട്. ശരിക്ക് സിനിമ അങ്ങനെ വലിയ പ്രതികരണം ഉണ്ടാക്കില്ല എന്ന് വിശ്വസിക്കാനായിരുന്നു എനിക്കും ഇഷ്ടം. അതായത് സാധാരണ ചില ആളുകൾ പറയും, ഇപ്പോൾ ഒരു കൊലപാതകം നടന്നപ്പോൾ അത് സിനിമ കണ്ടിട്ടാണ്, ബലാത്സംഗം നടന്നാൽ പറയും അതാ സിനിമ കണ്ടിട്ടാണ്. അപ്പോൾ അങ്ങനെ പറയുന്നതിലൊരർത്ഥവുമില്ല. സമൂഹത്തിൽ നടക്കുന്നതാണ് സിനിമയിൽ വരുന്നത്, അല്ലാതെ സിനിമയിൽ വരുന്നത് സമൂഹത്തിലേക്ക് പകരുകയല്ല എന്നൊക്കെ ചിന്തിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് ഞാൻ. അപ്പം നമ്മുടെ ചരിത്രം നോക്കിയാൽ ഈ തരത്തിൽ സിനിമ പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് സമൂഹത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതൊരു തരം പ്രവചന സ്വഭാവം, കലാകാരൻ്റെ പ്രവചന സ്വഭാവം എന്ന് നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും. അതല്ലാതെ ഇത് കണ്ട് ചിലരത് പകർത്തി വയ്ക്കുന്നതാണ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ സിനിമാ ചരിത്രത്തിൽ ഈ തരത്തിലുള്ള ധാരാളം വാദഗതികളുണ്ടായ ഒരു കാലഘട്ടമാണ് ഈ ജർമ്മൻ എക്സ്പ്രഷനിസത്തിൻ്റെ ആ ഒരു കാലഘട്ടം. കാരണം അന്ന് വന്ന കഥാപാത്രങ്ങളൊക്കെ രക്തദാഹികളായ ഏകാധിപതികളായിരുന്നു. ക്യാബിനറ്റ് ഓഫ് ഡോക്ടർ കാലിഗരി അത് ഒരു ഭ്രാന്തൻ തന്നെ കുറേ രോഗികളെ സൃഷ്ടിക്കുകയാണ്. അതായത് ഭ്രാന്ത് പിടിച്ചവർ ഏത് ഡോക്ടറുടെ അടുത്താണോ പോകുന്നത് അയാളാണ് ഏറ്റവും വലിയ ഭ്രാന്തൻ എന്നാണ് നമ്മളവിടെ കാണുന്നത്. ഗോലം എന്നുള്ള സിനിമയിലാണെങ്കിൽ ഈ ആകാശത്ത് നിന്ന് വരുന്ന ഒരു ശത്രുവിനെ എതിരിടാനായിട്ട് മനുഷ്യൻ സൃഷ്ടിക്കുന്ന ഒരു സത്വമാണ്. പക്ഷെ ആ സത്വം അവസാനം മനുഷ്യന് നേരെ തിരിയുന്നതാണ് കാണുന്നത്. പിന്നെ ഡ്രാക്കുളയുടെ ജർമ്മൻ വെർഷനായ നോസ്ഫെറാതു, അതും ഒരു രക്തദാഹിയാണ്. ഇങ്ങനെ രക്തം കുടിക്കുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥ ജീവിതത്തിൽ ഒരു രക്തദാഹിയായ ഒരു ഭരണാധികാരി വരുന്നത്, ഹിറ്റ്ലർ. ഹിറ്റ്ലർ ഈ പറഞ്ഞ എല്ലാ രക്തരക്ഷസുകളെയും അതിശയിപ്പിക്കുന്ന ഒരു രക്തരക്ഷസായി മാറുകയാണ്. അപ്പോൾ അതിന് കാരണം ഈ സിനിമകളാണ് എന്ന് പറയുന്ന ചില വാദഗതികളുണ്ട്. ഇപ്പോൾ വളരെ പ്രസിദ്ധമായൊരു പുസ്തകമാണ് ഫ്രം കാലിഗരി ടു ഹിറ്റ്ലർ. അപ്പോൾ ഈ കാലിഗരി എന്ന കഥാപാത്രങ്ങൾ, അത്തരം കഥാപാത്രങ്ങളുടെ ഒരു തുടർച്ചയാണ് ഹിറ്റ്ലർ എന്നാണ് അതിൽ പറയുന്നത്. പക്ഷെ അത് പലരും ഖണ്ഡിക്കുന്നുണ്ട്. ഏതായാലും സമൂഹത്തിലെ പ്രവണതകളെ സിനിമ പകർത്തിയെടുക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ സിനിമയിൽ സൃഷ്ടിക്കപ്പെടുന്ന ചില അവസ്ഥകൾ സമൂഹത്തിലേക്കും പകരുന്നുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. ഇതാണ് ഇന്നത്തെ മലയാള സിനിമകളുടെ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോഴും നമുക്ക് പറയേണ്ടി വരിക. കാരണം വയലൻസിനൊരു പ്രത്യേകതയുണ്ട്. ഈ വയലൻസ് ഒരു സിനിമയിൽ ചിത്രീകരിച്ചാൽ വയലൻസ് ഇഷ്ടപ്പെടുന്നയാൾ അടുത്തൊരു സിനിമ കാണുമ്പോൾ അതിനേക്കാളും വയലൻസ് ഉണ്ടാവണം. അങ്ങനെ വയലൻസിൻ്റെ ആ തോത് കൂടിക്കൂടി വരും. ഇപ്പം കിം കിഡുക്ക് എന്നൊരു ഉദാഹരണമാണ്. അദ്ദേഹം അതിമനോഹരമായ സിനിമകളാണ് ചെയ്തിരുന്നത്. ആ സിനിമകളിലൊക്കെ വയലൻസിൻ്റെ കുറേ അംശം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള വയലൻസിൻ്റെ അംശമാണ് ആസ്വാദകർ കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്നുള്ള ഒരു ധാരണ എങ്ങനെയോ അദ്ദേഹത്തിനുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് ഓരോ ചിത്രം കഴിയുന്തോറും അതിലെ വയലൻസിൻ്റെ അളവ് കൂടിക്കൂടി വന്നു. അവസാനം അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ഒരു സാധാരണ പ്രേക്ഷകനെ കാണാൻ ബുദ്ധിമുട്ടാവുന്ന തരത്തിൽ അതിൽ വയലൻസ് ഉണ്ടായി. അപ്പം അതിൻ്റെ കലാമൂല്യത്തിന് കുറച്ച് ഇടിവ് വന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് തന്നെയാണ് ജീവിതത്തിലും സംഭവിക്കുന്നത്. ജീവിതത്തിൽ നമ്മൾ വയലൻസ് ഒരിടത്തുണ്ടാകുന്ന ഒരു വയലൻസ് നോക്കിയാൽ പിന്നീട് അതിനപ്പുറമുള്ള വയലൻസിലേക്ക് പോകും. ഈ പ്രതികാരങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. ഒരാൾ ഒരു കൊലപാതകം നടത്തിയാൽ അതിന് ഇരയാവുന്നയാൾ അല്ലെങ്കിൽ അതിന് സാക്ഷിയാവുന്നയാൾ അടുത്ത് ഇരട്ട കൊലപാതകമായിരിക്കും നടത്തുക. ഈ തരത്തിൽ വയലൻസ് ഒരു ശൃംഖല പോലെ പോവുകയാണ്. വയലൻസും സിനിമയും, ജീവിതത്തിലെ വയലൻസും സിനിമയിലെ വയലൻസും, അത് രണ്ടും ഇങ്ങനെ കൂടിക്കൂടി വരുന്ന ഒരവസ്ഥയിലാണ് സമകാലീന കേരള സമൂഹം ഇന്നുള്ളത്. നമ്മൾ സിനിമകളിൽ കൂടുതൽ വയലൻസ് കാണുന്നു.
അതോടൊപ്പം പത്രങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ കൂടുതൽ കൂടുതൽ വയലൻസ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് കാണുന്നു. അപ്പം വയലൻസിനെ കുറിച്ച് സിനിമാക്കാരുടെ ഒരു ധാരണകളും അങ്ങനെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മാർക്കോ എന്ന സിനിമ വരുമ്പോൾ അവർ പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വയലൻസ് ചിത്രീകരിച്ച ചിത്രമെന്നാണ്. അപ്പം അവരോട് ഇങ്ങനത്തൊക്കെ വയലൻസ് ചിത്രീകരിക്കാമെന്ന് ചോദിച്ചാൽ അത് കില്ലിലുണ്ടായിരുന്നല്ലോ, ആനിമലിലുണ്ടായിരുന്നല്ലോ എന്നൊക്കെ ഉള്ള സമാധാനം പറയും. പക്ഷേ അതിലൊക്കെ കാണിച്ച വയലൻസിനേക്കാൾ കൂടുതൽ വേണം നമ്മുടെ സിനിമയിൽ എന്നാണ് ആദ്യത്തെ തീരുമാനം. എന്നിട്ടാണ് അവർ സിനിമയുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് സെൻസർ ബോർഡിന് ഇടപെടാൻ കഴിയുന്നതിലും ഒരു പരിധിയുണ്ട്. കാരണം പഴയ കാലത്താണെങ്കിൽ ഇത്തരം ഒരു ചിത്രം റിജക്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക, അതിന് പ്രദർശനാനുമതി തന്നെ കിട്ടില്ല. പക്ഷെ കാലം മാറിയപ്പോൾ അതിന് പ്രദർശനാനുമതി കൊടുക്കേണ്ടി വരുന്നു. എന്നിട്ട് പോലും ഞാൻ മനസ്സിലാക്കുന്നത് ഈ സെൻസർ ബോർഡ് ആദ്യം എ സർട്ടിഫിക്കറ്റ് വിത്ത് കട്ട്സ് അംഗീകരിച്ചപ്പോൾ അതിന് സംശയം തോന്നിയിട്ടുണ്ട് അതിൻ്റെ ചെയർമാനും മറ്റുമൊന്നൊക്കെയാണ്. കാരണം ഇതിൻ്റെ ദൃശ്യങ്ങളും കഥാസൂചനകളും ഒക്കെ. അതുകൊണ്ട് തന്നെ ഒരു റിവൈസിങ് കമ്മിറ്റി ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഈ റിവൈസിങ് കമ്മിറ്റി കാണുമ്പോൾ കുറച്ച് കട്ടുകൾ കൂടുതൽ കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ ഒരു സിനിമയെ സംബന്ധിച്ച്. പക്ഷെ എൻ്റെ ഒരു തോന്നലുണ്ടായിരുന്നത് ഇതിപ്പോൾ എങ്ങനെയൊക്കെ കാണിച്ചാലും ഇത് വലിയ വിജയമാകാൻ പോകുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇത്രയൊക്കെ വയലൻസ് ആളുകൾക്ക് സഹിക്കാൻ പറ്റുമോ, ആളുകളത് കണ്ടിരിക്കുമോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ റിസൾട്ട് വളരെ അത്ഭുതകരമായിരുന്നു. നമ്മുടെ നാട്ടിലെ കോടികളുടെ ക്ലബ്ബിലാണ് അതിപ്പോൾ കയറിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേറൊരു കാര്യവും കൂടി പറയാനുണ്ട്. ഇത് എ സർട്ടിഫിക്കറ്റാണ്. എ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു 18 വയസ്സ് കഴിഞ്ഞവർക്ക് ഇത് കാണാൻ പറ്റൂ. പക്ഷെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ പല കുട്ടികളും ഇത് കണ്ടു കഴിച്ചിരിക്കുന്നു. ഞാൻ അടുത്ത കാലത്ത് ഒരു സിനിമ ചർച്ചയിൽ പങ്കെടുക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ മാർക്കോ മുതിർന്നവർക്കുള്ള ചിത്രമാണ്, അപ്പോൾ കുട്ടികൾ കണ്ടിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ ആ സദസ്സിലുണ്ടായിരുന്ന 2 കുട്ടികൾ നമ്മൾ കണ്ടു എന്ന് പറഞ്ഞു. ചെറിയ കുട്ടികളാണ്. എനിക്ക് അത്ഭുതമായി. അപ്പോൾ ഇതിങ്ങനെ അവർ കണ്ടു. കാരണം ഇവിടെ ഈ എ സർട്ടിഫിക്കറ്റ് എന്നുള്ള പടം അതിന് യോഗ്യത ഇല്ലാത്തവരെ എന്ന് പറഞ്ഞാൽ കുട്ടികളെ കാണിച്ചാൽ ആ തിയേറ്റർ ഉടമയ്ക്കെതിരെ കേസെടുക്കാനുള്ള വകുപ്പുണ്ട്. അവർക്കെതിരെ തടവും പിഴയും ഒക്കെ ശിക്ഷിക്കാനുള്ള വകുപ്പുണ്ട്. എന്നിട്ടും എങ്ങനെ ഈ കുട്ടികൾ ഈ ചിത്രം കണ്ടു എന്നെനിക്കറിയില്ല. പക്ഷേ എന്തായാലും അതിൻ്റേതായ ഒരു പ്രതികരണം സമൂഹത്തിലുണ്ടാവുന്നുണ്ട്. ഇത് എല്ലാവരും മനസ്സിലാക്കിയാൽ നന്ന്. കുട്ടികളെ ഈ ചിത്രങ്ങൾക്ക് കൊണ്ടുപോകുന്ന രക്ഷകർത്താക്കളും അത് മനസ്സിലാക്കിയാൽ നല്ലതാണ്. കാരണം ഇപ്പോൾ അടുത്തടുത്തുണ്ടായ സംഭവങ്ങളാണ്. ഒരു ഹെഡ് മാസ്റ്റർക്കെതിരെ പുറത്തിറങ്ങിയ കൊന്നുകളയുമെന്നൊരു കുട്ടി പറയുന്നു. അടുത്ത ദിവസം തന്നെ ഒരു +2 വിദ്യാർത്ഥി 9ാം ക്ലാസ്സുകാരനെ കുത്തുന്നു. അപ്പോൾ ഇതെല്ലാം ഈ വയലൻസ് ഇവർക്കൊരു ആവേശമായി മാറുന്നതിൻ്റെ ലക്ഷണമാണ് കാണുന്നത്. അപ്പം സിനിമാക്കാർ ഇതനുസരിച്ച് കൂടുതൽ വയലൻസ് സൃഷ്ടിക്കും. സിനിമാക്കാർ കൂടുതൽ വയലൻസ് സൃഷ്ടിക്കുമ്പോൾ ആ ജീവിതത്തിൽ മനുഷ്യർ അത് കൂടുതൽ ശക്തമായിട്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ രണ്ടും മത്സരിച്ച് മുമ്പോട്ട് പോയാൽ എന്തായിരിക്കും ലോകത്തിൻ്റെ അവസ്ഥ? ഇത് എല്ലാവരും കാര്യമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനിത് പറയുമ്പോൾ പല യുവാക്കൾക്കും തോന്നും ഇത് ഈയിടെ അവർ തന്നെ യുവാക്കളുണ്ടാക്കിയ ഒരു പദമാണല്ലോ തന്ത വൈബ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള തന്ത വൈബാണ് ഈ പറയണതെന്നൊക്കെ തോന്നും. പക്ഷേ ഒരിക്കലും ഈ സിനിമയിലെ എക്സ്പ്രഷനെ തടയണം, ആവിഷ്കരണ സ്വാതന്ത്ര്യത്തിന് തടയണമെന്ന് ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരാളാണ് ഞാൻ. അത് വളരെ സ്വതന്ത്രമായിരിക്കണം അതിലെ ആവിഷ്കരണങ്ങൾ എന്ന് പറയുന്ന എനിക്ക് പോലും ഇത്തരത്തിൽ തോന്നാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ നമ്മുടെ സിനിമയിലെ വയലൻസിൻ്റെ അവസ്ഥ.